ആനിമേ ഗെയിമാണ് കളിക്കാൻ പോണത്. നിങ്ങൾ കുറെ പേരുണ്ടല്ലോ ഗൈസ് പറഞ്ഞായിരുന്നു ആനിമയുടെ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാൻ. അപ്പൊ നമ്മൾ ഫൈനലി ഇന്നുണ്ടല്ലോ റോബ്ലോക്സിൽ ആനിമേ വാരിയേഴ്സ് 3 എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് കളിക്കാൻ പോണത്. ഈ ഗെയിമിലുണ്ടല്ലോ ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് മീറ്റ് യുവർ ഫസ്റ്റ് വാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിനകത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഉണ്ടല്ലോടാ ജസ്റ്റ് അയ്യോ ഇതിനകത്ത് ഏതെങ്കിലും ഓരോരുത്തർ ടാപ്പ് ചെയ്താൽ മതി. എനിക്കിതെന്താണ് ഗൈസ് ട്രെക്കാണ് ഇത്. ട്രെക്ക് പോലത്തെ എന്തോ സാധനമാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ബ്ലോക്സ് ഫ്രൂട്ട് പോലത്തെ ഭയങ്കര വലിയൊരു ഗെയിമാന്ന് തോന്നുന്നു. എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. യോ എന്റെ ഒപ്പം ദേ ഗൈസ് ഒരാള് വന്ന് ദേ ഗൈസ് ഇത് നോക്കി. എനിക്ക് ഷ്രെക്ക് അല്ലേ ഇത്, കറക്റ്റ് ഷ്രെക്കിനെ പോലെ തന്നെ ഇരിക്കണ ഒരുത്തനാണ് എനിക്കിത് ആനിമേ വാരിയറായിട്ട് എന്റെ ഒപ്പം വന്ന്. എന്റെ കാലം എന്താണ് നേരെ ഫ്രണ്ടിലായിട്ട് ഇരിക്കണത് അറിയാൻ പാടില്ല ഗൈസ്. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരും ഉണ്ടല്ലോടാ എന്തായാലും ലൈക്ക് അടിക്കുക. ഒത്തിരി ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ഗൈസ്, പക്ഷെ ആരും ലൈക്ക് അടിക്കില്ല. അതുകൊണ്ട് ഡു ലൈക്ക്, മാക്സിമം ലൈക്ക് അടിക്കുക. നമ്മുടെ തൊട്ടില്ലോടാ നേരെ ഫ്രണ്ടിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നേരെ ഫ്രണ്ടിലോട്ട് പോവാം. എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇപ്പൊ ഈ ഗെയിം ഉണ്ടല്ലോ ഗൈസ് ഭയങ്കര ഒത്തിരി ആൾക്കാർ കളിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, നമുക്ക് കളിച്ചു നോക്കാം. പിന്നെ ഈ ഗെയിമിന്റെ ലിങ്ക് ഉണ്ടല്ലോ ഗൈസ് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാട്ടാ. നമ്മുടെ ഡിഫീറ്റ് ഫ്രീ സോൾജിയർ ഫോർ 80 ക്യാഷാ. എനിക്ക് ഇവന്മാരെ അടിക്കണം. ഞാൻ ഒന്ന് ഞെക്കി കഴിയുകയാണെങ്കിൽ യോ ഗൈസ് ഞാനും ഇവരെ അടിക്കണം. ഇത് ബ്ലോക്സ് റൂട്ടിൽ തുടങ്ങി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ അടിച്ചൊക്കെ പഠിപ്പിക്കാറുണ്ടോ അതുപോലെ തന്നെയാന്ന് തോന്നുന്നത്. ഓ ഇവര് ഒരുത്തരെ കൊന്നപ്പോ എനിക്ക് 20 ക്യാഷ് കിട്ടി. അതുപോലെ അങ്ങനെയാണ് ഞാൻ 4 പേരെ കൊല്ലുവാണെങ്കിൽ എനിക്ക് 80 ക്യാഷ് കിട്ടൂലോ. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തന്നെയാണ് നമുക്ക് ഇത് എങ്ങനെ കളിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഡോഡോന്നെ കണ്ടാണ് ഇവന്മാരുടെ പേരെന്ന് തോന്നുന്നു. അതെ ഡോഡോ എന്നാണ് ഈ ഒരു സോൾജേഴ്സിന്റെ പേര്. ഇവരൊക്കെ വില്ലന്മാരാന്ന് തോന്നുന്നു. ഇപ്പൊ ഇവന്മാരൊന്നും അനങ്ങാണ്ട് നിൽക്കട്ടോ. ഫ്രീസ് ആയിട്ടുള്ള സോൾജേഴ്സ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഡോഡോ. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അടിച്ച് കൊല്ലാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല കേട്ടാ. ക്യൂ നിൽക്കേണ്ട നമുക്ക് ഡാഷ്. അത് തന്നെ ഗൈസ് ബ്ലോക്സ് റൂട്ടിൽ ഇങ്ങനെ തന്നെയുണ്ട്. നമുക്ക് ഡാഷ് ചെയ്ത് അടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അടിച്ച് കൊണ്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് നേരെ തന്നെ അടിക്കാം, അതായിരിക്കും നല്ലത്. ഇവനെ ഞാൻ അടിച്ച് തൂക്കിയിട്ടുണ്ട്. എനിക്ക് 80 ക്യാഷ് കിട്ടി. നൗ ഗോ ഓപ്പൺ എ സ്റ്റാറാ. നമ്മുടെ അടുത്ത് എന്തോ ഒരു സ്റ്റാർ പോയി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഫ്രണ്ടിലായിട്ട് നെമക് സ്റ്റാർ എന്ന് പറഞ്ഞ എന്തോ സ്റ്റാർ ഉണ്ടാ. ഇത് ഞാൻ ഓപ്പൺ ചെയ്യണം. കോമൺ റെയർ എപ്പിക് ലെജൻഡറി മിത്തിക്കൽ. നമുക്ക് ഇത് പൈസ കൊടുത്തിട്ട് നമ്മൾ വേറെ നമുക്ക് ഗൈസ് ഇത് മനസ്സിലായോ. നമ്മുടെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ചുറ്റും ഒത്തിരി ആനിമേ വാരിയേഴ്സ് വരുന്നു തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇതിനകത്ത് ആനിമേ വാരിയേഴ്സ് എന്ന് പേര് കൊടുത്തേക്കണേ. ഞാൻ അധികം ആനിമ ഒന്നും കാണാറില്ല ഗൈസ്. പക്ഷെ ഈ ഷ്രെക്ക് പോലെ ഇരിക്കുന്ന ഈ സാധനം ഏത് ആനിമയിലെ ക്യാരക്ടറാണ് നിങ്ങൾക്ക് അറിയാം. ഡു കമന്റ്. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടല്ലോടാ ഇത് അടുത്ത് തുറന്നു നോക്കട്ടെ. 2 സ്റ്റാർ തന്നെ ഏതായാലും വന്നത്. നമുക്ക് റെയർ ആയിട്ടുള്ള ഗോഹൂണും കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഏതോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവന്മാർ എങ്ങനെയാണ് നമ്മൾ നോക്കണേ. അടുത്തത് നൗ സ്പീക്ക് ബോൾമി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ വാരിയേഴ്സ് എവിടെയുണ്ട് ഗൈസ്. ഗോഹൂൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡെൻഡു 2 ഷ്രെക്കിന് കിട്ടി. ഓന്റെ ഹാമർ എനിക്കറിയില്ല. 2 ഷ്രെക്കാണ് ഗൈസ് വന്നേക്കണേ. ഇപ്പൊ നമുക്ക് 3 ആനിമേ വാരിയർ ഉണ്ട്. ഇവരെ വെച്ച് ഞാൻ എന്താ ചെയ്യണ്ടേ. ഇവിടെ ഇൻവെന്ററിയുടെ ഉള്ളിൽ ഇതെന്താ മാജിക് ബീൻ എന്നാണ് ഇതിന്റെ പേര്. ബേസിക് മെറ്റീരിയൽ ഫ്രം പ്ലാനറ്റ് നെമക്. അപ്പൊ ഈ പ്ലാനറ്റിന്റെ പേര് നെമക് എന്നാന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത് ഇവിടെ ചെന്നിട്ടുണ്ടല്ലോടാ ബോൾമി എന്ന് പറഞ്ഞ കൊടുത്തിട്ട് ഇവിടെ ഉണ്ട്. ഇവരെ നമ്മൾ പോയി കാണുന്നതാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും പോയി കണ്ടിട്ടുണ്ട്. യു ലുക്ക് ലൈക്ക് യു ക്യാൻ ഹാൻഡിൽ എന്തൊക്കെയോ പറയണ്ടേ. ഐ തിങ്ക് യു ക്യാൻ ഹാൻഡിൽ ടീച്ച് ദം ലെസൺ ഫോർ മീ. ആരും എന്തോ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൗണ്ട് മീൻ. ആരും എന്താ ചെയ്യണ്ടേ. ഗൈസ് നമുക്ക് എന്തോ സാധനം തരാം. ഡിഫീറ്റ് ഫ്രീ ഫോഴ്സ് ആൻഡ് റീസ്റ്റോർ പീസ് ഓഫ് നെമക്. ഇവിടെ മറ്റേ ആർമിയിലെ ഗൈസ് അവരെല്ലാരും നമുക്ക് ഡിഫീറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ സമാധാനം കൊണ്ടുവരണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. ഡിഫീറ്റ് 10 ഡോഡോ 8 കാർബൺ എന്നാണ് പറഞ്ഞേക്കണേ. ഇതല്ല ഡോഡോ. ഇവര് അനങ്ങില്ല. ഇനിയിപ്പോ ഞാൻ ഇടിക്കാൻ നേരത്ത് നമ്മുടെ ആനിമേ വാരിയർ ചുമ്മാ വെറുതെ നോക്കിക്കുവല്ലോ ഗൈസ്. യുമാരെന്താണ് ഇടിക്കാത്ത അല്ലേ. ഓട്ടോ ചെക്കണം. ഇവിടെ എന്തോ ഓട്ടോ ചെക്കാൻ പറ്റൂലോ. ഓട്ടോ അറ്റാക്ക് അടിച്ചു കഴിഞ്ഞാ ഇവര് പോയി ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ആനിമേ വാരിയർ അവരെ പോയി അറ്റാക്ക് ചെയ്യും. അത്രേ ഉള്ളൂ ഗൈസ്. എന്റെ കയ്യിൽ 3 ആനിമേ വാരിയർ ഉണ്ടല്ലോടാ. അതുകൊണ്ട് പോയി അടിച്ചോളുന്നാണ് എനിക്ക് തോന്നണേ. ഞാനിങ്ങനെ ഞെക്കി കൊടുത്താൽ മതി ഗൈസ്. ഇത് അവിടെ പോയി അറ്റാക്ക് ചെയ്ത്. ഇവിടെ കാർബൺ എന്ന് പറഞ്ഞ വേറൊരു എനിമി ഉണ്ടാട്ടാ. അവൻ നമ്മുടെ ആനിമേ വാരിയറിനെ അടിക്കണ്ട് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല. പോയി അടി 3 പേര് പോയി അടി. ഗൈസ് എടാ ഇത് കൊള്ളാം ഗൈസ്. ഇത് ഞാനിപ്പോ കാർബൺ അടിക്കാൻ കുറച്ച് പാടാന്നാ തോന്നണേ. ഇത് ഏതാണ്? ഇത് ഷോപ്പാണ്. പിക്കിൾ ഷോപ്പാ. എനിക്കറിയില്ല കേട്ടാ. അടി ഒരുത്തിന് അവിടെയും പോയി അടി. ഗൈസ് ഇത് കൊള്ളാം. ഞാനിത് എപ്പോഴും ശ്രദ്ധിച്ച്. അടി പെട്ടെന്ന് നിൽക്ക്. അവിടെ പോയി തീർത്താ 3 പേര് അവിടെ പോയി പെട്ടെന്ന് അടി. നമ്മള് 8 കാർബൺ അടിക്കണം എന്നാണ് ഗൈസ് പറഞ്ഞേക്കണേ. കാർബൺ ആൾക്കാർ ഇവിടെ വീണ്ടും റീസ്പോൺ ആവുന്നതാണ് എനിക്ക് തോന്നണേ. അവിടെ പോയി അടി. എടാ ഇത് കൊള്ളാട്ടാ. നമ്മള് ആനിമേ വാരിയർ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഡോഡോ ഉണ്ട്. ഡോഡോനെ ഇങ്ങനെ പോയി അടിച്ചേക്ക്. ഇവിടെ ഒരാളിങ്ങനെ വന്നടി. ഇവിടെ പോയി അടി. കാർബൺ അടിച്ചിട്ട് 8 കാർബൺ അടിക്കണം. നമ്മൾ 5 എണ്ണത്തിനാണ് അടിച്ചോളൂ. അടിക്കണു കാർബൺ. 7 പോയി അടിച്ചോ. ഈ കാർബൺ വാരിയേഴ്സ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നൗ ഗോ ഓപ്പൺ 5 സ്റ്റാറാ.
അവിടെ ചെന്നിട്ട് എന്തോ 5 സ്റ്റാർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്തോ 5 സ്റ്റാർ ആണ്. അവിടെ പോയി കാർബണ പോയി ഇവിടെ പോർട്ടെല്ലാം കറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കാർബൺ ഉണ്ട്. ലാസ്റ്റത്തെ കാർബൺ ആണ് ഗൈസ്. 3 ഞാൻ ഒരുമിച്ച് വിട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ട ഗൈസ് ആനിമേ വാരിയറിന് എന്തൊക്കെയോ ഹെൽത്തും ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല നമുക്ക് സ്പീഡിലൊക്കെ ഓടാൻ പറ്റും കേട്ടോ. ഈ ഡോഡോ വാരിയർ 3 തീർത്തോ ഗൈസ്. അപ്പൊ 10 ഡോഡോ വാരിയറിനെ നമ്മൾ എന്തായാലും ഫിനിഷ് ആക്കും. നമ്മുടെ ഒബ്ജക്റ്റീവ് അപ്പൊ എന്തായാലും കംപ്ലീറ്റ് ആയിടാ. ഇനി നമുക്ക് മറ്റേ ബോൾമീയുടെ അടുത്ത് പോയി സംസാരിക്കണം. അതിന് മുമ്പ് നമ്മുടെ അടുത്ത് ഇവിടെ എന്തോ സ്റ്റാറാ. എനിക്കറിയില്ല ഈ സാധനം തന്നെ ഓപ്പൺ ചെയ്യാനാണ്. ഒന്നോടെ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്തു ഗൈസ്. 3 സ്റ്റാർ. അതുപോലെ 5 എണ്ണം നമുക്ക് ഓപ്പൺ ചെയ്യാൻ. റയർ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഗൈസ് കിട്ടിയേക്കണേ. ഒന്നോടെ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. കമോൺ ലെറ്റ്സ് ഗോ. എനിക്ക് 3 റെയർ കിട്ടി. പിന്നെ 2 കോമൺ ആണ്. ഓപ്പൺ യുവർ ഇൻവെന്ററി, ടാപ്പ് എ വാരിയർ യു ഡോണ്ട് നീഡ്. എന്നിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ ഡിസ്മാൻഡിൽ ചെയ്യണം. ടാപ്പ് യുവർ സ്ട്രോങ്സ്റ്റ് വാരിയർ. സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള വാരിയറിനെ ഏറ്റവും ഫ്രണ്ടിൽ കൊടുക്കും. എന്നിട്ട് അവരെ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ പറ്റും. ലെവലപ്പ് ചെയ്യണമെങ്കിലാണ് ആഡ് ഓൾ പീഡാ. ഓക്കെ യെസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. അവനപ്പോ ലെവലപ്പ് ചെയ്ത് എത്ര? ലെവൽ 5 ആയി. നമുക്കിപ്പോ 4 പേര് വെക്കാൻ പറ്റും നമ്മുടെ കയ്യില്. അത് കൊള്ളാലോ. നമുക്ക് ഇവരിങ്ങനെ മറ്റേ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഓരോരുത്തർക്കും ഒരു പവറാന്ന് തോന്നുന്നു. നമുക്ക് മറ്റേ ഫ്യൂസ് മെഷീനില്ലേ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തിട്ട് നമുക്ക് തെറ്റാക്കാറുണ്ടെങ്കിൽ വീണ്ടും അടിപൊളിയായെന്നാണ് തോന്നണേ. ഇപ്പൊ എനിക്ക് മറ്റേ അടിപൊളി നമുക്ക് ആനിമേ വാരിയറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റേ ബോൾമീയുടെ അടുത്ത് പോയി സംസാരിക്കാണ്. നമ്മുടെ ഇവിടെ ഉള്ള എല്ലാത്തിനും തീർത്തില്ലേ? ഹലോ ബോൾമീ. തീർത്ത് യു ആർ ബാക്ക് ഗൈസ്. നമ്മൾ എല്ലാത്തിനും തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഇഷ്ടം പോലെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഉണ്ടല്ലോടാ എനിമീസ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞേക്കണേ. ബ്രിങ് ഇറ്റ് ഓൺ. അത്രേ ഉള്ളൂ. നമുക്ക് വേറെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഡ്രാഗൺ മോട്ടോർ സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ബൂസ്റ്റ്, ഡാമേജ് ബൂസ്റ്റ്, ക്യാഷ് എന്തൊക്കെയോ എനിക്ക് കിട്ടി ഗൈസ്. എനിക്കറിയാം എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ യുവർ ഇൻവെന്ററി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ക്യാഷ് കിട്ടും. ഇത് കിട്ടും. ഗ്ലോബൽ കറൻസി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ മൗണ്ട്, വേറെ ഐറ്റംസ്, വെപ്പൺ, റിലിക്സ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്കറിയാൻ പാടില്ല സംഗതികളൊക്കെ എന്താന്ന്. നമ്മുടെ ബാഗിൽ വേറെ എന്തോ കൂടെ ഉണ്ടല്ലോ. മൗണ്ടിൽ വേറെ എന്തോ ഉണ്ട്. മോട്ടോർ സൈക്കിള്. ഇതെങ്ങനെയാണ് ഗൈസ് നമ്മൾ ഓടിക്കണേ? അൺഎക്യുപ്പാ. നമുക്കിതേ ഗൈസ് ബൈക്ക് ഓടിക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് നല്ല സ്പീഡില് പോവാട്ടാ. അത് കൊള്ളാം. പക്ഷെ അപ്പൊ നമ്മുടെ ഒപ്പമുള്ള വാരിയേഴ്സ് പയ്യെ നടന്നു വരണടാ. പക്ഷെ അവർ നമ്മുടെ ഒപ്പം നല്ല സ്പീഡിൽ നടന്നു വരുന്നതാണ് എനിക്ക് തോന്നണേ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടല്ലോടാ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എനിമീസ് ഉണ്ട്. ബാർത്ത എന്ന് പറഞ്ഞ എനിമി ഉണ്ട്. ജെയ്സ് എന്ന് പറഞ്ഞ എനിമി ഉണ്ട്. അവരെ നമ്മുടെ അടുത്ത് പോയി തീർക്കാനാണ് പറഞ്ഞേക്കണേ. പിന്നെ നമ്മുടെ ബാക്കി സാധാരണ ബാക്കിയുള്ള ഗെയിമിനെ പോലെയാണ് ഗൈസ്. അവിടെ എഗ് ഓപ്പൺ ആക്കാളെ. അതുപോലെ നമ്മൾ ഒരു സാധനം ഓപ്പൺ ആക്കുമ്പോഴാണ് പൈസ കൊടുക്കണം. നമുക്ക് ഇതുപോലത്തെ ആനിമേ വാരിയറിനെ കിട്ടണേ. ഫ്രണ്ടിലേക്ക് പോകുമ്പോണ്ടല്ലോ വെറൈറ്റി ആനിമേ വാരിയറിനെ കിട്ടുന്ന തോന്നണേ. ഇവിടെ എന്തോ ഷോപ്പ് ഉണ്ട്. ഷോപ്പിൽ ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് നിന്ന് ലെതർ ഹെൽമെറ്റ് ഉണ്ട്, ട്രിപ്പിഡ് കേപ്പ് ഉണ്ട്. ഇത് മേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗൈസ് അത് ഞാൻ മേടിച്ച്. അയ്യോ ഗൈസ് എന്റെ പുറത്തൊരു തോർത്ത് കെട്ടി വെച്ചേക്കണ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നലില്ല. ഇതല്ല ബാർത്ത. 2 പേര് അങ്ങോട്ട് പോക്കോ. ബാർത്തേനെ അടിയാ. 2 പേര് ഇങ്ങോട്ട് പോക്കോ. ബാർത്ത. ഗൈസ് ബാർത്ത ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു. അടി ഞാനടി. യെസ് എനിക്ക് പിടിക്കാൻ പറ്റും. അയ്യോ ഞാൻ ഇവിടെ ചെന്നിട്ട് എല്ലാത്തിനും ഇങ്ങോട്ട് വിളിച്ചാ. ഈ ബാർത്തേനെ പോയി അടി എല്ലാവരും. 4 പേര് നമുക്ക് ഒരുമിച്ച് വിടാം ഗൈസ്. അപ്പൊ പിന്നെ വിഷയല്ലാന്ന് തോന്നണേ. എല്ലാവർക്കും പെട്ടെന്ന് പഞ്ഞിക്കിടാൻ പറ്റും. അടുത്ത് എല്ലാവരും അങ്ങോട്ട് പോയി അടിച്ചാ കണ്ട് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നേ. ഇവിടെ നമുക്ക് നെമക് സ്റ്റാർ ഇവിടെ ഓപ്പൺ ചെയ്യാറുണ്ട്. അവനെ പഞ്ഞിക്കിട്. ലെറ്റ്സ് ഗോ ഗൈസ്. അടുത്ത ബാർത്ത അവിടെ ഉണ്ട്. പോയി അടി. ബാർത്തയുടെ ലൈഫ് കണ്ട ഗൈസ് 1000 സംതിങ് ആണ്. ജയുടെ 3500 ആണ്. എന്റെ അളിയാ ബാർത്തയുടെ ലൈഫ് ഒന്നോടെ ഞാൻ നോക്കിട്ട് എത്രയാന്ന് 1000 ഉള്ളൂ. അപ്പൊ ജയനെ അടിച്ചിടാനായിട്ട് ഭയങ്കര പാടാന്നായിട്ട് എനിക്ക് തോന്നണേ. വാ ജയനെ അടിച്ചു നോക്കി. എല്ലാരും കൂടെ പോയി 4 പേരും കൂടെ ഒരുമിച്ച് പോയി. ജയനടി നീ കൂടെ പോയി അടി. 4 പേരും ഒരുമിച്ച് പോയി അടി. നമ്മുടെ ആനിമേ വാരിയറിന്റെ ഇത് കുറയണ്ട. കുഴപ്പമില്ലല്ല. ഞാനിങ്ങനെ കൂടി അടിക്കണ്ട ഗൈസ്. എന്നാലാണ് ഇവന്മാര് പഞ്ചിക്കിടാൻ പറ്റുള്ളൂ. കാരണം ഇവൻ കുറച്ച് പവർ കൂടിയ ആളാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരുത്തനെ മാത്രമായിട്ട് ഇവൻ അടിക്കണുള്ളൂ. കുഴപ്പമില്ല ഗൈസ്. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് അടിക്കണം. നമുക്ക് ജയിനുണ്ടല്ലോ. നമുക്ക് അവിടെ അടിച്ച് തൂഫാനാക്കാൻ പറ്റും. അടിച്ച് തൂഫാനാക്കി ഗൈസ്. അടിച്ച് കലക്കി കൈ കൊടുത്തില്ലേ. 4 പേരും കൂടെ ഒരുമിച്ച് പോയി പഞ്ചിക്കിട്ട. ഒരു പ്രശ്നമല്ലടാ. പഞ്ചിക്കിട്ടോളൂ. ലെറ്റ്സ് ഗോ ഗൈസ്. ഒന്നോടെ ഒരു ജയിനെങ്കിലും അടിച്ചിട്ടാ മതി ഗൈസ്. നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കൂട്ടോ. അങ്ങോട്ട് പോകുമ്പോ ജെന്യു എന്ന് പറഞ്ഞാൽ 12500 ലെവലുള്ള ഏതൊക്കെയോ എനിമി ഉണ്ടാ. ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഭയങ്കര ടൈറ്റ് ആണെന്ന് തോന്നണേ. നമുക്കൊന്ന് ക്ലെയിം ചെയ്യാണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ക്യാഷ് കിട്ടി ഗൈസ്. അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ച് വീണ്ടും ബോൾമീയുടെ അടുത്ത് സാംസാരിക്കണം തോന്നുന്നു. ഞാൻ എന്തായാലും ബൈക്കിൽ പോവാം. അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ പോലോ. ബൈക്കിൽ ഉമാരി ഇടിച്ചിടാൻ പറ്റുമോ? അതില്ല ഗൈസ്. ബൈക്കിൽ ഇടിച്ചിടാൻ പറ്റില്ല. ബൈക്കിൽ ഇടിച്ചിട്ട് സെറ്റ് ആയനെ. നമ്മുടെ ആനുവൽ വാരിയർ നമ്മുടെ ഒപ്പം തന്നെ സ്പീഡിൽ വരൂടാ. അപ്പൊ സീനില്ലാട്ടാ. ഞാൻ കണ്ട ഒറ്റയടിക്കാൻ ഇവിടെ എത്തി. ബോൾമീയുടെ അടുത്ത് ഞാൻ പറയട്ടെ എല്ലാവരും ഞാൻ തൂഫാനാക്കിയിട്ടുണ്ടെന്ന്.
പോണത്? ഓ, ആ ക്യാപ്റ്റൻ ജെന്യു എന്ന് പറഞ്ഞ ആളില്ലേ ഗൈസ്, അവനെയാണ് നമുക്ക് തീർക്കണ്ടേ. അവനാണ് പ്രോബ്ലം. നോ ഗൈസ്, ജെന്യുവിന് തീർക്കാനായിട്ട് ഒരു പാടാന്ന് പറഞ്ഞു. 5 ജെന്യുവിന് തീർക്കണം. ഓപ്പൺ യുവർ ഇൻവെന്ററി. ഐറ്റംസ് എടുക്കണം. ഐറ്റംസിൽ ഇവിടെ ലക്കി ബൂസ്റ്റ് ഉണ്ടടാ. ലക്കി ബൂസ്റ്റ് ഞാൻ ചെയ്ത്. ലക്കി ബൂസ്റ്റ് ചെയ്ത് എന്താ കുഴപ്പം? ടാപ്പ് ബൂസ്റ്റ് ഇവിടെ ഞെക്കണം ഞാൻ. പൗസ് അൺപൗസ്. ഓ ഗൈസ്, ഇനി ഞാനുണ്ടല്ലോ ഗൈസ്, ഞാൻ ഓപ്പൺ 30 സ്റ്റാർ. ഇനി നമ്മുടെ സ്റ്റാർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 30 സ്റ്റാറാ. അതെങ്ങനെയാണ് നമുക്ക് 30 സ്റ്റാർ ആയിട്ട് ഓപ്പൺ ചെയ്യണം? ഇവിടെ സ്റ്റാർ ഞെക്കാൻ പറ്റുമോ ഗൈസ്? അങ്ങനെയാണ് 30. എടേ അങ്ങനെയാണ് ഗൈസ് 30 സ്റ്റാർ ഓപ്പൺ ആക്കണ ഒറ്റയടിക്ക് തന്നെ. നോ ഗൈസ്, എനിക്കറിയില്ല. ഞാൻ എന്തായാലും വീണ്ടും ഓപ്പൺ ആക്കുകയാണ്. ലെജൻഡറി ആയിട്ടുള്ള വെജിറ്റബിളാ ഗൈസ്. എനിക്ക് വേറെ ഏതോ ഒരു ആനിമേ ക്യാരക്ടർ കിട്ടി. ലെജൻഡറി ആയിട്ടുള്ള വെജിറ്റബിള്, എപ്പിക് ആയിട്ടുള്ള പിക്കിളിനെ കിട്ടി. കൊള്ളാ. ഇതൊക്കെ വലിയ കോമൺ ആണ് ഗൈസ്. ഇതിനകത്തൊന്നും വലിയ അടിപൊളി സാധനം കിട്ടിയിട്ടില്ല. ലെജൻഡറിക്ക് മെയിലുള്ള ആരെങ്കിലും കിട്ടും. റയർ ആയിട്ടുള്ള ഗോഹുവിനൊക്കെ തന്നെയാണ് നമുക്ക് വീട്ടിൽ കിട്ടിയേക്കണേ. പക്ഷെ ലെജൻഡറി ആയിട്ടുള്ള നമുക്ക് വെജിറ്റബിളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അത് എത്ര ശതമാനം ചാൻസ് ഉള്ളതെന്ന് നോക്കട്ടെ. 0.587 ചാൻസ് ആണ് ഗൈസ്. മിത്തിക്ക് 0.012% ഉള്ളൂ. മിത്തിക് ആയിട്ടുള്ള വായന കിട്ടാൻ നമുക്ക് ചാൻസ് ഇല്ലെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ലെജൻഡറി ആയിട്ടുള്ള നമുക്ക് വെജിറ്റബിളിനെ കിട്ടിയില്ല. അത് മതി. അതൊക്കെ ഏതോ ആനിമയിലുള്ള ക്യാരക്ടറാണ്. ഇതിനകത്ത് പേര് മാത്രമേ വേറെ ആവുന്നുള്ളൂടാ. അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും നോക്കട്ടെ ഏട്ടാ. വീണ്ടും നമുക്ക് എന്തായാലും ഒരു ലക്ക് ബൂസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്. ഒരു പ്രതീക്ഷ ഉണ്ട്. ലെജൻഡറി കിട്ടിയല്ലോ, അത് മതി. മിത്തിക്കിലായിട്ടുള്ള ക്യാരറ്റാ എടേ കിട്ടിയടേ. നമ്മളെന്നിട്ട് എടേ ഇതാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ സ്ട്രോങ്സ്റ്റ് വാരിയറിനെ ഡെവലപ്പ് ചെയ്യണം. ആഡോൾ ഇത് മറ്റേ ഗോക്കു എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലേടാ, മറ്റേ ഡ്രാഗൺ ബോൾസിലെ അതേന്ന് തോന്നുന്നു. അവര് നമ്മള് ലെവൽ 9 ആക്കി ഗൈസ് അല്ലേ? അതെ അതെ, അത് തന്നെ. ഇവന്റെ അറ്റാക്ക് കണ്ട ഗൈസ് 167. നമ്മുടെ ഇവന്റെ കണ്ട 36. ഗോഹുവിന്റെ 27. അടുത്തത് പിക്കിള് 25. ഓക്കെ സെറ്റ്. ഈ 4 പേരാണ് നമ്മുടെ ഒപ്പമായിട്ട് ഇപ്പൊ ആനിമേ വാരിയറായിട്ടുള്ളത്. ഇത് ഗോക്കു അല്ലേ ഗൈസ്, മറ്റേ ഡ്രാഗൺ ബോൾസിലെ അതീന്ന് തോന്നുന്നു. ഇത് നമുക്കിട്ടല്ലോ ജെന്യു എന്ന് പറഞ്ഞ ഒരു എനിമി ഉണ്ടെന്ന് പറഞ്ഞില്ലടാ. അവരെ പോയി അടിക്കണം. നമ്മൾ കണ്ടതാ. അവൻ ഭയങ്കര പവർഫുൾ, ഭയങ്കര വലിയ എനിമീസ് ആട്ടാ. ഇത് നമ്മൾ അവനെയാണ് പഞ്ചിക്കിടാൻ വേണ്ടി പോണത്. നോക്കട്ടെ ഇവിടെയായിട്ട് നമ്മൾ ആരെയും കണ്ടില്ലായിരുന്നോ? ജെന്യു. ഗൈസ് ഇതാണ് ജെന്യു. ഇത് താനോസ് അല്ലേ? എടേ ഇവന്റെ കയ്യിൽ പ്രത്യേക എന്തൊക്കെയോ പവർ ഉണ്ട് ഗൈസ്. ലെജൻഡറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. 4 പേരും പോയി അടി. എല്ലാരും പോയി അടി. ഇവനും അതാണ് ഗൈസ്. നമ്മുടെ ക്യാരക്ടർ സ്പെഷ്യൽ പവർ ഉണ്ട്. എന്റെ ആളി അടിച്ചത് കണ്ടടാ ഗൈസ്, അടിച്ചത് കണ്ട. അവന്റെ പവർ വീണ്ടും റീസെറ്റ് ആവും കേട്ടോ. നമ്മുടെ ഗോക്കു ഒക്കെ തോന്നുന്നു ഗൈസ് മേളിൽ നിന്നിട്ട് എന്തോ പ്രത്യേക പവർ എടുത്തിട്ട് ഇവനെ അടിച്ചേ. ഇവനെ പഞ്ചക്കിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ കിട്ടും ഗൈസ്. എന്തൊക്കെയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ക്യാഷ് 1800 കിട്ടിയിട്ടുണ്ട്. എടേ അത് കൊള്ളാം. അടുത്ത ജെന്യു ഇപ്പറുണ്ട്. ഈ വെള്ളത്തിൽ കേൾക്കണം. നമുക്ക് അപ്പുറം പോകാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. വെള്ളത്തിൽ കേൾക്കണം അപ്പുറം പോവാടാ. ആദ്യം ഞാനുണ്ടല്ലോ ഗൈസ് എന്റെ ഗോക്കുവിന് മാത്രം ഞാൻ വിട്ടു നോക്കട്ടെ. അവന്റെ അടി നോക്കട്ടെ ഏട്ടാ. അവൻ കൊള്ളാം. ഗോക്കു കൊള്ളാം. കണ്ട. അടുത്തതാരാണ്? വെജിറ്റബിളാ പോണേ. വെജിറ്റബിൾ എന്തെങ്കിലും സ്പെഷ്യൽ അറ്റാക്ക് കൊടുക്കുമെന്ന് ഞാൻ നോക്കട്ടെ. വെജിറ്റബിൾ സ്പെഷ്യൽ അറ്റാക്ക് അല്ലാട്ടോ ഗൈസ്. ഗോക്കു മാത്രമാണ്, മിത്തിക്കലായിട്ടുള്ള ഗോക്കു മാത്രമാണ് എന്തോ സ്പെഷ്യൽ അടി അടിച്ചത്. അത് കൊള്ളാർന്നിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇവന്റെ കയ്യിൽ എന്തൊക്കെയോ സാധനം ഉണ്ട്. ഡ്രാഗൺ എന്തോ ലെജൻഡറി സാധനങ്ങളൊക്കെ ഇവന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് കിട്ടും. എനിക്ക് പൈസ മാത്രമല്ല കിട്ടിയുള്ളൂ. എസ്ട്രോയിഡ് നെമക്കി എന്ന് പറഞ്ഞ എന്തോ കീങ്ങടെ കിട്ടിയിട്ടുണ്ടാ. അത് കൊള്ളാം. ഇങ്ങോട്ട് പോകുമ്പോ അടുത്തവനുണ്ട്. ഗോക്കു പോയി അടി. ഗോക്കു പോയി അടി. ഗോക്കുവിന് തുടക്കം തന്നെ അടിക്കാണ്. അന്ന് എല്ലാരും കൂടെ പോയി അടി. ഇവൻ ഭയങ്കര വലിയ സീനാണ്. തിരിച്ചു വാ. ഇത് ഫ്രീസ് എന്ന് പറഞ്ഞ വേറെ ഏത് ക്യാരക്ടറാണ്. ഇവനാണ് ഈ ഗെയിമിലെ ബോസ് എന്ന് തോന്നുന്നു. 55,000 ആണ് അവന്റെ ലൈഫ്. വേണ്ട അവൻ എന്താണ് നമുക്ക് ഇപ്പൊ അടിക്കാൻ പറ്റില്ല. നമുക്ക് ജെന്യുവിനെ അടിക്കാം. എല്ലാരും പോയി അടിച്ചാ. ആ ഫ്രീസ് ഞാൻ വിചാരിച്ചിട്ടല്ലോ ഇവൻ താനോസിന്റെ ഇവന്റെ ഏറ്റവും വലിയ ബോസ് ആന്ന് തോന്നുന്നുടാ. ഇത് ജെന്യു, അത് ഫ്രീസാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഗോക്കുവിന്റെ അടി നോക്ക്. അത്രേ ഉള്ളു. അത് കൊള്ളാട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടായി ആ അടി. നമ്മുടെ ക്യാരക്ടർ ഡെഡായ. ഒരുത്തൻ ഡെഡായിടാ ഗൈസ്. ഇവൻ ഈ റയർ ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ ആ റീസെറ്റ് ആയി എന്നാണ് എനിക്ക് തോന്നണേ. അവന് പെട്ടെന്ന് നല്ല രീതിയിൽ അടി കിട്ടിയാർന്നടാ. അതുകൊണ്ട് പെട്ടെന്ന് ഡെഡായി. നമ്മൾ 4 പേരെ കില്ല് ചെയ്തട്ടാ. ഒരുത്തനെ കൂടെ കില്ല് ചെയ്താൽ മതി ഗൈസ്. ഇവിടെ എന്താണ്? വാർസ്റ്റോൺ ബ്രോക്കണാ. ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ ഗൈസ്. ഇതെന്താണ്? റൂൺസ് ആർ ഡിം നോട്ട് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ക്യാരറ്റിന്റെ അടുത്ത് എന്തോ സംസാരിക്കാൻ പറ്റും. യു ആർ ദി വാരിയർ everyone been talking about, right? അതെ, എന്നെ കുറിച്ചാണ് ഇവിടെ ഉള്ള എല്ലാരും പറഞ്ഞോണ്ടിരിക്കണേ. ഫിനിഷ് ദി ഫ്യൂച്ചർ സിറ്റി ക്വസ്റ്റ് ഫസ്റ്റ്. ഹൗ ഡു ഐ ഗെറ്റ് ദെയർ? നമുക്ക് എങ്ങനെ അവിടെ എത്താൻ പറ്റും? ട്രാവൽ ദെയർന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യണത് ബൈ ബോട്ട് ഓർ ഫ്ലൈയിങ്. ഗൈസ് നമുക്ക് വേറെന്തൊരു ക്വസ്റ്റ് തീർക്കണം. എന്തോ ഫ്യൂച്ചർ സിറ്റിയുടെ. എന്നാലാണ് നമുക്ക് ഈ വാർസ്റ്റോൺ എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് കിട്ടുള്ളൂ. അറിയില്ല കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഈ ഗെയിമിൽ ഇത് മറ്റേ ബ്ലോക്സ് റൂട്ട് തന്നെ ഭയങ്കര വലിയ മാപ്പുകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ വേറെ സ്ഥലത്തിന് ട്രാവൽ ചെയ്താലാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. എനിക്കറിയില്ല. ഈ ജെന്യു
ജെന്യൂനെ കൂടെ നിങ്ങൾ എല്ലാവരും പോയി അടിച്ചു തീർക്ക്. അങ്ങനെ നമുക്ക് 5 എണ്ണത്തിൽ നമുക്ക് മൊത്തം തീർക്കാൻ പറ്റും. നമ്മുടെ പരിപാടികളെല്ലാം സെറ്റ് ആവുന്നതാണ് എനിക്ക് തോന്നണേ. അടി 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 ഞാനും പോയി അടിക്കണം, ഞാനും അടിച്ചേക്കാം. ഗോകു പറ്റ പവർ എടുക്കണം, അവന്റെ പവർ റീസെറ്റ് ആയിട്ടില്ല എന്നാണ് കഴിച്ച് എനിക്ക് തോന്നണേ. കഴിച്ച് എന്റെ സ്വിച്ച് മാറുമ്പോഴല്ലോ എനിക്ക് അടിക്കാൻ പറ്റുള്ള. എല്ലാത്തിനും നമ്മൾ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബോൾമീറ്റ് എടുത്തിട്ട് തിരിച്ചു പോകണം. ഞാൻ എന്തായാലും എന്റെ സ്കൂട്ടർ എടുത്തിട്ടുണ്ട് ഗൈസ്. ബോൾമീറ്റ് എടുത്ത് പോയി സംസാരിക്കട്ടെ. ജെന്യൂന് മൊത്തം ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ പണി ഞാൻ അതുപോലെ തന്നെ ഏറ്റിട്ടുണ്ട്. ഞാൻ തീർത്ത് ഇംപ്രസ് ആയിരുന്നു ബോൾമി. ഓ ഗൈസ്, ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബിഗ് ബോസ്, അവന്റെ ഇടയിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ബോസിന്റെ ഫ്രീസ് എന്ന് പറഞ്ഞ ഇനി ആ ഫ്രീസിനെ അടിക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ പോണത്. ആക്ടിവേറ്റ് യുവർ ഫ്ലൈയിങ് മൗണ്ടേനാ. ഫ്ലൈയിങ് മൗണ്ട ഗൈസ്, എനിക്ക് പറക്കാൻ പറ്റൂ. എടാ ഇത് ബ്ലാക്ക് മിത്തിന്റെ സാധനല്ലേ? അതെ ഗൈസ്, ഇത് ബ്ലാക്ക് മിത്തിന്റെ സാധനമാണ്. ഇതിന്റെ പവർ തീരും എനിക്കറിയില്ല കേട്ടാ. ഓ അൺലിമിറ്റഡ് ആയിട്ട് പറക്കാം. എഫ് ഞെക്കൂടി നമുക്ക് അപ്പ കിട്ടൂടാ. ഇനി നമ്മൾ ആ ഫ്രീസിനെയാണ് അടിക്കാൻ പോണ. ഫ്രീസ് 3 ഫ്രീസിനെ അടിക്കടാ. അതെങ്ങനെ നമ്മുടെ കയ്യിലുള്ള പിള്ളേര് വെച്ച് ഫ്രീസിനെ അടിക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഗൈസ്. നമുക്ക് നമ്മുടെ പിള്ളേരുടെ പവർ ഒന്നും നമുക്ക് കൂട്ടാട്ടാ, അല്ലെങ്കിൽ ശരിയാവും എനിക്ക് തോന്നണില്ല. വാരിയർ എടുത്ത് വെജിറ്റബിളിനെ നമുക്കൊന്ന് ലെവലപ്പ് ആക്കാൻ പറ്റുമോ? ലെവലപ്പ് ആക്കാൻ പറ്റില്ല. ഓ നമ്മള് വാരിയറിനെ ഡിസ്മാൻഡിൽ ചെയ്യണടാ, കൊള്ളില്ലാത്ത വാരിയറിനെ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തുണ്ടല്ലോ ഗൈസ് ഐറ്റംസ് കിട്ടും, മനസ്സിലായ? അത് വച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ളവരുണ്ടല്ലോ ഗൈസ് ലെവലപ്പ് ചെയ്യേണ്ടത്. ഈ കോമൺ ആയിട്ടുള്ള എല്ലാത്തിനും ഞാൻ ഡിസ്മാൻഡിൽ ചെയ്ത് കളയട്ടെ. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് കിട്ടും ഗൈസ്. അത് വച്ചിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ വാരിയറിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇവനെ മൊത്തം ഉണ്ടല്ലോ ഗൈസ് ഡിസ്മാൻഡിൽ ചെയ്യട്ടെ. ഇത്ര ഞാൻ കൊടുത്തു. ഇനി വെജിറ്റബിളിനെ നമുക്ക് ലെവലപ്പ് ചെയ്യണമെങ്കിൽ ആഡ് ഓള്. ഓ ഇത് മൊത്തം എടുത്തിട്ട് ലെവൽ 5 ആവും. അപ്പൊ വെജിറ്റബിൾ ലെവൽ 5 ആവും ഗൈസ്. ലെറ്റ്സ് ഗോ. ലെവൽ 6 ആയി. ഡാമേജ് കണ്ട 60 ആയിട്ടുണ്ട്. നേരത്തെ 35 ആയിരുന്നു. നമ്മുടെ ഇവന്റെ ഡാമേജ് 167 ആണ്. നമുക്ക് ഇവനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ. ഗോഹുവിന്റെ ഡാമേജ് 27 ആണ്. പിന്നെ പിക്കിളിന്റെ ഡാമേജ് 25. പിക്കിളിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ബാക്കിയുള്ളവർ ഞാൻ ഡിസ്മാൻഡിൽ ചെയ്യട്ടെ. അന്നേരം നമുക്ക് ഗോകുവിനെ ഉണ്ടല്ലോ ഗൈസ് ഏറ്റവും ടോപ്പ് ആക്കി നമുക്ക് സെറ്റ് ആക്കാം. കണ്ടോ ഇവരെ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് മാജിക് ബീൻ ഉണ്ടല്ലോ ഗൈസ്, അത് കിട്ടും. അതുണ്ടെങ്കിലാണ് നമുക്ക് ബാക്കിയുള്ളവരെ ലെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിക്കിളിനെ നമുക്ക് ലെവലപ്പ് എത്ര മാജിക് ബീൻ ഉണ്ട്? 7 എണ്ണം ആഡ് ചെയ്തപ്പോ നമുക്ക് ലെവൽ 4. അപ്പൊ ലെവൽ 5 ആവും. 37 ആക്കിയിട്ടുണ്ട് ഗൈസ് ഡാമേജ്. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഉണ്ടല്ലോ ഗൈസ് ഗോകു ഇല്ലേ, ഗോകുവിനെ നമുക്ക് മാക്സിമം നമുക്ക് ലെവലപ്പ് ചെയ്യാം. അവന്റെ പവറൊക്കെ ഉണ്ടല്ലോ ഗൈസ് അടിച്ച് കയറി വരട്ടെ. സുഹൃത്തുക്കൾ അത്യാവശ്യം എല്ലാവരും ഡിസ്മാൻഡിൽ ചെയ്ത് ഇത്ര ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗോഹുവിനെ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടും ഗൈസ്. മറ്റേ മാജിക് ബീൻ ഇല്ലടാ, അത് 3 എണ്ണം കിട്ടും ഇവനെ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോ. മതി ഇത്ര വരെ ഡിസ്മാൻഡിൽ ചെയ്താൽ മതി. ക്യാരറ്റ് ഇത് ഗോകു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവനെ ലെവലപ്പ് ചെയ്ത് ഞാൻ നോക്കട്ടെ. 200 മേളിൽ നമുക്ക് ഇവനെ എത്തിക്കാൻ പറ്റും നോക്കാം. 18 എണ്ണം ഉണ്ട്. ആഡ് ഓള് 3 എണ്ണം കൂടി ലെവൽ 3 കൂടി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാമേജ് 167 230 ആവും ഗൈസ്. സ്പീഡ് അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഗോകുവിന്റെ 160 230 ആക്കിയിട്ടുണ്ട് ഡാമേജ്. നമുക്ക് ഇവിടെ ഇൻവെന്ററിയിൽ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. എന്തോ കീ കിട്ടിയിട്ടുണ്ട്, എന്തോ സ്പീഡ് ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എന്തോ ബൂസ്റ്റ് ഡാമേജ്. അതിങ്ങനെ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡാമേജ് ബൂസ്റ്റ് ആയിട്ടിരിക്കട്ടെ ഗൈസ്, ഡാമേജ് ബൂസ്റ്റ് ആയിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഫ്രീസിനാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. ഫ്രീസ് ഇവിടെ ആയിട്ടാ ഞാൻ ഓൾറെഡി കണ്ടാർന്ന്. നമ്മുടെ പിള്ളേരെ കൊണ്ട് നമുക്ക് ഫ്രീസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും നോക്കട്ടെ ഗൈസ്. കമോൺ എല്ലാരും പോയി അറ്റാക്ക് ചെയ്തോ. ഫ്രീസിനെ അടിക്കണ്ടാ. എനിക്കറിയില്ല ഗൈസ് ഫ്രീസിനെ നമുക്ക് പഞ്ഞിക്കിടാൻ പറ്റുമെന്ന്. ഞാനിങ്ങനെ അടിക്കണ്ടാ. ഫ്രീസിന്റെ ഡാമേജ് ഗോകു യോ ഗൈസ്. എന്നാലും ഒരു കാര്യമില്ലടാ. ഫ്രീസിനെ നമുക്ക് തോപ്പിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നല്ല കേട്ടാ. എന്റെ അളി നമ്മുടെ ആൾക്കാരെല്ലാം ഡെഡ് ആവും തോന്നുന്നു. ഗോകുവിന്റെ ലൈഫ് കുറയാറായില്ല. അതാരാ വെജിറ്റബിൾ എന്തോ ചെയ്ത്. പക്ഷെ കാര്യമില്ല ഗൈസ്, കാര്യമില്ല. അവന്റെ ലൈഫ് പകുതിയാണ് ആക്കിയുള്ളൂ. നമ്മുടെ ആൾക്കാരുടെ ലൈഫ് ആണെങ്കിലും കുറയാറായിട്ടുണ്ട്. വെജിറ്റബിൾ ഇപ്പൊ ചാവും ഗൈസ്. വെജിറ്റബിൾ ചത്ത് റീസ്പോൺ ആവുന്ന തോന്നുന്നു 10 സെക്കൻഡിന് ശേഷം. വാട എന്തൊക്കെയോ അറ്റാക്ക് ആരൊക്കെ ചെയ്യണ്ട് ഗൈസ്. ഇനി ഇവന്റെ 20,000 ലൈഫ് കുറയ്ക്കണട്ടാ. 4 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ വീണ്ടും തിരിച്ചു വരുമോ എനിക്കറിയാൻ പാടില്ല. ഞാനാണെങ്കിലും വന്ന് വീണ്ടും റീസ്പോൺ ആയി ഗൈസ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും റീസ്പോൺ ആയിട്ടുണ്ടാ. അപ്പൊ തീർക്കാൻ പറ്റും. ഒരു ഫ്രീസിനെ നമുക്ക് തീർക്കാൻ പറ്റും. ഗോകു അടിച്ചു ഗൈസ്. അത്രേ ഉള്ളൂ. ഗോകുവിന്റെ മറ്റേ പവർ അവനെടുത്ത് അടിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ അടിക്കണം. തീർത്തടാ. ഒരു ഫ്രീസിനെ തീർത്ത് 3 ഫ്രീസിനെ തീർക്കണം. ഇവിടെ എന്തോ സ്റ്റാർ ഉണ്ട് ഗൈസ്. സ്റ്റാറിൽ പോയിട്ട് എന്താ ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കോമൺ ആയിട്ടുള്ള നമ്മൾ ഓട്ടോ ഡിസ്മാൻഡിൽ ചെയ്യും. കണ്ടാ ഡിസ്മാൻഡിലുണ്ട്. നമുക്ക് ഒരു ഗോകുവിനെ കിട്ടുമോ നോക്കാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായനെ. കോമൺ ആയിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യും. അപ്പൊ നമുക്ക് ആ മാജിക് ബീൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലിട്ട് വരും. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സുഖമായിരിക്കും. ഞാൻ എന്തായാലും ബാക്കിയുള്ളവരെ തുറന്നു നോക്കട്ടെ. ഒരു മിത്തിക്കൽ സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോടാ അടിപൊളിയായനെ. ഇവിടെ ഓട്ടോ എന്ന് പറഞ്ഞ എന്തോ ഉണ്ട് ഗൈസ്. നമുക്ക് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു.
ഞാൻ ഇതിൽ ഓട്ടോയിലായിട്ട് ഇട്ടേക്കണേ. കണ്ടാ തന്നെ ആയിക്കോളും. ഞാൻ ഇതിൽ ലെജൻഡറി അല്ലെങ്കിൽ മിത്തിക്കല് കിട്ടുമെന്ന് നോക്കട്ടെ ഏട്ടാ. യോ ലെജൻഡറി ആയിട്ടുള്ള വെജിറ്റബിളിനെ കിട്ടിയടാ. ഒരു മിത്തിക്കലിനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടീം സെറ്റ് ആയേനെ. 4 പേരും മിത്തിക്കല് ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരായിട്ട് വന്നേനെ. റയർ ആയിട്ടുള്ളൊന്നും വേണ്ട. അത് ഗോഹുവിനൊക്കെ നമുക്ക് സെല്ല് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് മറ്റേ മാജിക് ബീം കിട്ടും. എന്നാലും നമ്മുടെ ലെജൻഡറിന്റെ നമ്മുടെ മിത്തിക്കലിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വലുതാക്കാം. അപ്പൊ ഈ ഫ്രീസിനൊക്കെ നമുക്ക് പിന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റൂടാ. അത്രേ ഉള്ളൂ ഗൈസ്. ഞാനുണ്ടല്ലോ ഒത്തിരി എണ്ണത്തിനെ കറക്കി നോക്കി, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എന്നാലും നമുക്ക് പുതിയ വെജിറ്റബിളിനെ കിട്ടിയിട്ടുണ്ട്. ഇവരെ നമുക്കൊന്ന് ലെവലപ്പ് ആക്കാം. ഓ ലെവൽ 10 ആവും. 36 93 ഡാമേജ്. ലെറ്റ്സ് ഗോ ഗൈസ്. ലെവൽ 10 ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മുടെ വെജിറ്റബിൾ ഫ്രണ്ടിലോട്ട് കയറിയില്ലേ, ഇതല്ല വെജിറ്റബിൾ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ഗോകുവിന് 230 ഡാമേജ്, നെക്സ്റ്റ് വെജിറ്റബിളിന് 60 ഡാമേജ്, അടുത്ത വെജിറ്റബിളിന് 93 ഡാമേജ്, പിക്കിളിന് 37. പിക്കിളിനെ കുറച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യട്ടെ. അതിനും ഉണ്ടല്ലോ ഗൈസ്, ബാക്കിയുള്ളവരെല്ലാത്തിനും ഞാൻ കളയട്ടെ. ഇനി ഈ പിക്കിളിനെ ഞാനൊന്ന് ലെവലപ്പ് ആക്കട്ടെ ഗൈസ്. നമുക്ക് എത്ര എണ്ണം? ഒരു 20 കൊടുക്കാല്ലേ, അത് മതി. ഇപ്പൊ പിന്നെ 37 ഡാമേജ് ലെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ഫീഡ് അവന് ലെവൽ 10 ആക്കാം. 37 64 അവന്റെ ഡാമേജ്. യോ കൊള്ളാം. അവൻ ലെവൽ 10 ആയിട്ടുണ്ട് ഗൈസ്. അതുള്ളൂ. ഇവൻ 93 ഡാമേജ്, ഇവൻ 60 ഡാമേജ്. കുറച്ചുകൂടെ ഡാമേജ് കൂട്ടാ ഇവനെ. അയ്യോ ഇനി നന്നായിട്ട് നമുക്ക് ഫ്രീസിനൊക്കെ പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും ഗൈസ്. ഇനി ബാക്കി നമ്മുടെ ക്യാരറ്റ്, അത് ആഡ് ഓള് നമുക്ക് 4 ലെവലുകളെ കൂട്ടിയിട്ട് നമുക്ക് ലെവൽ 16 ആക്കാൻ പറ്റും. അപ്പൊ ഇവന്റെ അറ്റാക്കിംഗ് പവർ കണ്ട ഗൈസ് 354 ആവും. യോ എല്ലാത്തിനെയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രീസിൽ നമുക്ക് പോയി അടിച്ചോ. എല്ലാരും പോയി അടിച്ചോ. ഇനി നല്ല രീതിയിൽ അവന് 60,000 ആയിട്ടാ ഗൈസ് അവന്റെ ഹെൽത്ത്. ഇപ്പൊ പെട്ടെന്ന് അവന്റെ ഹെൽത്ത് കുറയുണ്ട്. ഞാനിങ്ങനെ കൂടി അടിക്കണ്ട കേട്ടോ അവനെ. ഇത്തവണ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊല്ലാൻ ഗൈസ്. ഇത്തവണ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. 3 ഫ്രീസിലല്ലേ കൊല്ലേണ്ടത്. ഗോകുവിന്റെ അടി 4700 ഡാമേജ് കുറഞ്ഞു. നേരത്തെ അങ്ങനെ അടിക്കുമ്പോ 3000 സംതിങ് ആയിരുന്നു കുറയാറ്. ഇപ്പൊ അതിനെക്കാട്ട് കൂടുതലായിട്ട് കുറയുന്നുണ്ട് കേട്ടാ. കൊള്ളാം. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 60,000 ഹെൽത്ത് ഉണ്ടായിരുന്ന അവനായിരുന്നു ഗൈസ്. വെജിറ്റബിൾ അടി കണ്ടാ. 60,000 ഹെൽത്ത് ഉണ്ടായിരുന്ന ഒറ്റയടിക്ക് നമ്മൾ 10,000 സംതിങ് അടുത്തായിട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് തീർക്കാം ഗൈസ്, അത്രേ ഉള്ളൂ. തീർത്ത് ഗൈസ്. ഒന്നോടെ നമുക്ക് അവന് തീർക്കണം. 3 എണ്ണത്തിന് തീർക്കണം എന്ന് പറയണേ. ഇവന്മാർ കൊന്നു കഴിഞ്ഞാൽ ഇവന്മാർ വീണ്ടും ഇവിടെ തന്നെ റീസ്പോൺ വന്ന് ഞാൻ ഇറങ്ങി കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളൂ. പോയി എല്ലാരും പോയി അടിച്ചാ. ഞാൻ അടിക്കണ്ടാ. ഞാനിവിടെ വെറുതെ നോക്കിയത് കണ്ടാ. ഗോക്കു തുടക്കം തന്നെ അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അല്ല, എല്ലാവരും പവർ ഫുൾ ആവണം തോന്നുന്നു അടിച്ചടിച്ച്. ലെറ്റ്സ് ഗോ സുഹൃത്തുക്കളെ. 3ാമത്തെ ഫ്രീസറേ ഗോക്കു തീർത്ത്. അത്രേ ഉള്ളടാ. നമ്മൾ തീർത്ത ഗൈസ്. ഇനി നമ്മൾ മറ്റേ ബോൾമിയില്ലേ അവന്റെ അടുത്ത് സംസാരിക്കണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ പോണേ? എനിക്ക് പറന്നു പോയ പോരെ. നമുക്ക് ഇങ്ങനെ നൈസ് ആയിട്ട് കണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് നേരെ പറന്നു വന്നാ മതിടാ. ഒറ്റയടിക്ക് ഞാൻ ബോൾമിയുടെ അടുത്ത് എത്തി. ഇവിടുന്ന് ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്റെ ആനിമേ വാരിയേഴ്സും ഒപ്പം തന്നെ വരും കേട്ടോ. അത്രേ ഉള്ളു. നമ്മൾ എല്ലാരെയും തീർത്തിട്ടുണ്ട്. ബോൾമി പ്ലാനറ്റ് നമുക്ക് സേഫ് ആയിട്ടുണ്ട്. നമ്മളാണ് ഒരു ട്രൂ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇനിയുണ്ടല്ലോ, ഇതിന്റെ പുറത്തേട്ടുണ്ടല്ലോ ഗൈസ്, ഒത്തിരി ഐലൻഡുകൾ ഉണ്ട്. അവിടെ ഇതുപോലത്തെ എനിമീസ് ഒക്കെ ഉണ്ട്. അവരെ നമ്മുടെ അടുത്ത് ഡിഫീറ്റ് ചെയ്യണം. ഗുഡ് ലക്ക് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ യുവർ ട്രാവൽ മെന്യു. ഇതാണ് ട്രാവൽ മെന്യു. അടുത്തത് നാവിഗേറ്റ് ഫ്യൂച്ചർ സിറ്റി. നമ്മുടെ അടുത്ത് പറഞ്ഞില്ല ഫ്യൂച്ചർ സിറ്റിയിൽ എന്തോ കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിപ്പോ നമുക്കാണ് പ്ലാനറ്റ് 1 കണ്ട, ഐലൻഡ് 1 നമുക്ക് കഴിഞ്ഞ് ഇത് നമ്മളുണ്ടല്ലോ ഫ്യൂച്ചർ സിറ്റിയിലേക്ക് പോകണം. അതാണ് അതെങ്ങനെയാണ് ഫ്യൂച്ചർ സിറ്റിയിലേക്ക് പോണേ? നമ്മള് ബോട്ട് വേണമെന്ന് പറഞ്ഞില്ലേ, ബോട്ട് യൂസ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ സിറ്റിയിലേക്ക് പോകാം. നമ്മുടെ ഫ്രണ്ടിൽ കാണാനാണ് ഫ്യൂച്ചർ സിറ്റി. അറിയില്ല ഗൈസ്. തൊട്ടാപ്പുറം കാണുന്ന ഐലൻഡാന്ന് തോന്നുന്നു. വെള്ളത്തിലേക്ക് നമുക്ക് വേണേ നീന്തി പോകാൻ തോന്നുന്നു. പക്ഷെ ഇവിടെ ബോട്ട് ഉണ്ട് ഗൈസ്. ബീച്ച് ഒക്കെ ബോട്ട് സ്പോൺ ആവും. ബോട്ട് കയറിയിട്ട് അല്ലടാ, ഇവിടുന്ന് ദൂരത്തേക്ക് പോകണം. 700 സംതിങ് മീറ്റർ എന്തോ ഉണ്ട്. എന്നാലാണ് നമുക്ക് ഫ്യൂച്ചർ സിറ്റിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ എന്തോ ജേർണീസ് എൻഡ് എന്ന് പറഞ്ഞു ഇങ്ങനെ കിടക്കണ്ടേട്ടാ. അതെനിക്കറിയില്ല ഗൈസ്. നമുക്കിന്ന് മാറി ഇപ്പൊ ഫ്യൂച്ചർ സിറ്റിയിലേക്ക് മൊത്തം നീല കളറായി. ഞാനുണ്ടല്ലോ ഇവിടെ കേറാനുള്ള ഒരു വഴി നോക്കട്ടെ. ഏതിന് പോർട്ട് ഉണ്ടോ നോക്കട്ടെ. ഫ്യൂച്ചർ സിറ്റി കൊള്ളാട്ടാ. ഭയങ്കര അടിപൊളി ബിൽഡിങ്സ് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കേറാനുള്ള ഒരു വഴി നോക്കട്ടെ. ഏത് വഴിക്കേക്കടെ കേറുന്നത്. ഗൈസ് ഞാൻ വീണ്ടും ഇവിടെ തന്നെ എത്തി. കേറാനുള്ള വഴി വേറെ ഒന്നുമില്ല കേട്ടാ. ഞാൻ ഇതിക്കേക്കടെ തന്നെ കേറേണ്ടി വരുമോ? ഗൈസ് കേറി ഫ്യൂച്ചർ സിറ്റിയില് കേറി. ഫ്യൂച്ചർ സിറ്റിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ആൻഡ്രോയിഡാ. പോയി അടിച്ചേടാ. ഗൈസ് അവന്റെ ലൈഫൊക്കെ ഭയങ്കര പയ്യല കുറയണേ. എല്ലാരും പോയി 4 പേരും പോയി കടി. ഇവിടെ ആൻഡ്രോയിഡ്സ് ഒക്കെ ആയിട്ട് ഉള്ളത്. ആൻഡ്രോയിഡ്സിനൊക്കെ നമുക്ക് അടിക്കാനുള്ളതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ അടുത്ത ഫ്യൂച്ചർ സിറ്റിയിൽ അടിച്ചിട്ടുണ്ട്. മേടിക്കേക്കടെ മെട്രോ ഒക്കെ പോകേണ്ടതായിട്ട് എനിക്ക് തോന്നണേ. ഇവിടുത്തെ ആയിത്തേരിവിനെ നമ്മൾ എന്തായാലും കില്ല് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചർ സിറ്റിയിലെ. ഇതിനകത്ത് പോർട്ടല് ബോൾമി ഇവിടെയുണ്ട്. ബോൾമി സിഇഒ ആയിട്ട് അവിടെയുണ്ട്. ഗൈസ് കൊള്ളാം. അങ്ങനെ ഈ ഗെയിമിൽ ഒത്തിരി സിറ്റികളൊക്കെ ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നണേ. അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ ആനിമേ വാരിയേഴ്സ് 3 ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗെയിമിന്റെ ഒരു വീഡിയോ ആണ് ഗൈസ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കിയതാണ്. അപ്പൊ